വളരെ നല്ലതായിരുന്നു. ഒരുപാട് മിസ് ചെയ്തിരുന്നായിരുന്നു. അപ്പം കണ്ടപ്പം നല്ല സന്തോഷമുണ്ട്. പക്ഷേ ഐ വിഷ് ശോഭന കുറച്ചുകൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമായിരുന്നു. ബട്ട് എവ്രി വൺ വാസ് ഗുഡ്, റിയലി ഗുഡ്. ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു ആക്ച്വലി. അവർക്ക് ആ ഇമോഷൻസ് എല്ലാം നമ്മളും ഫീൽ ചെയ്യും അവരുടെ കൂടെ തന്നെ. അമേസിങ്, ശരിക്കും വെറുപ്പിച്ചു. അത്രയും നല്ലായിരുന്നു. അതെ അതെ, അതറിഞ്ഞു. അത് ഫസ്റ്റ് ആണ് എന്ന് തോന്നില്ല, അത്രയും കൺവിൻസിങ് ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, നല്ല സിനിമ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടുകൂടെയാണ് കാണാൻ വന്നത്. വില്ല അടിപൊളി വില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം. ഞാൻ അതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. മോഹൻലാലും വില്ലനും ഡീസൻ്റ് ആയിരിക്കും. ഒന്നിനൊന്നും വെച്ചാൽ കണ്ടിട്ടേ ഇല്ല, ഞെട്ടിപ്പോയി. വില്ലനാണ് ആനക്കാളും സൂപ്പർ. വില്ലന് ആദ്യമായിട്ട് അഭിനയിക്കണമെന്ന് പറയാനേ പറ്റില്ല. കട്ടയ്ക്ക് അത് മാത്രമല്ല, ഇത് നമ്മൾ ഈ പിക്ചറിനൊരു ടെമ്പോ ഉണ്ട്. ആ ടെമ്പോ കീപ്പ് ചെയ്ത് പോകുന്നു. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. താങ്ക് യു. നന്നായിട്ടുണ്ട്. കുറച്ച് വയലൻസ് കൂടുതലാണ്. കുട്ടികളോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. നന്നായിട്ടുണ്ട്, നല്ല ഫിലിം. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലാണ്. സൂപ്പർ വില്ലൻ. അതെ അതെ അതെ, ഞാൻ ആദ്യമായിട്ട് കാണാം. നല്ലായിരുന്നു. കണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വർഷം ശേഷം അതിൻ്റെ ഒരു അത് നന്നായിട്ട് കാണാൻ പറ്റി. അതിൻ്റെ ഒരു നമുക്കൊരു ഇത് കിട്ടുന്നുണ്ടല്ലോ. നല്ല ഇതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ വില്ലനായിട്ട് അതാണ്. ഇവർ രണ്ടൊരു കോമ്പിനേഷൻ വീണ്ടും കിട്ടിയതിൽ വളരെ സന്തോഷം. കാരണം ഒത്തിരി ബാക്കിലോട്ട് പോയി നമ്മളൊരു ഒത്തിരി അതെ, അതാണിപ്പോൾ കിട്ടുന്നത്. വളരെ നല്ലതായിരുന്നു. നല്ല അഭിപ്രായമാണ്. കുറച്ച് വയലൻസ് കൂടുതലാണെന്നേ ഉള്ളൂ. ബാക്കി നല്ല ഡയറക്ഷൻസ് ഒക്കെ, നല്ല പിക്ചറൈസ് അതൊക്കെ നന്നായിരുന്നു. നല്ല വില്ലൻ സൂപ്പറായിട്ടുണ്ട്. പ്രകാശ് വർമ്മ നന്നായിരുന്നു. ഒരു നൊസ്റ്റാൾജിയ വന്നു. നല്ലതായിരുന്നു. ഫൈറ്റ് സെക്കൻഡ് ഹാഫ് എന്തായാലും സൂപ്പറായിട്ടുണ്ട്. വില്ലന് സൈക്കോ വില്ലനാണ്. നല്ല ദേഷ്യം കയറും, കൺട്രോൾ ചെയ്ത് പോകാം. കൊള്ളാം, കുഴപ്പമില്ലാതെ കൊണ്ടാണ്. വില്ലൻ്റെ പെർഫോമൻസ് കൊള്ളാം. അപ്പം ഞാൻ സിനിമ കാണാത്ത ആളാണ്. ഇപ്പോൾ കുറേ കാലത്ത് ശേഷമാണ് ആദ്യമായിട്ട് വന്നത്. അതില്ല, അതുപോലെ കുറേ കൂടെ നല്ല തോന്നിയത്. ശോഭനയെ കണ്ട പ്രായം കൂടുതൽ ശരിക്കും ഏജിൻ്റെ ഒരു ഇത് തോന്നുന്നുണ്ട്. അല്ല, മേഘമൊന്നുമില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അതെല്ലാം കണ്ട കുഴപ്പമില്ല. നല്ലത്. അതോടെ നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതായാലും കുഴപ്പമില്ല. വില്ലനും വില്ലൻ ശരിക്കും വില്ലൻ്റെ ആദ്യ സിനിമയാണെന്ന് തോന്നൂല. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാഴ്ച, ദൃശ്യം സെയിം അതുപോലെ ഒരെണ്ണം വന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇടക്കാലത്ത് നിന്ന് നല്ല മൂവി, നല്ല ഇഷ്ടമായി. സന്തോഷമുണ്ട്. പഴയ ലാലേട്ടനെ തിരിച്ച് മോഹൻലാലിന് ഇഷ്ടമാണ്. പണ്ടത്തെ അതിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ടായി. സന്തോഷമായിരുന്നു. എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ലാലേട്ടന് ശോഭനയായിട്ട് വീണ്ടും ഒരു കാണുന്നു?